ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു 1 വീക്കിന് ശേഷമാണ് കേട്ടോ ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു മിനി വ്ളോഗായിരിക്കും ലഞ്ചിൻ്റെ. പിന്നെ ഒരു മീൻകറിയുടെ റെസിപ്പിയും കൂടി ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ ഈ ഒരു വീഡിയോ എടുത്തത്. ഇന്നെന്തായാലും സാധാരണ വരുന്ന ആ ഒരു ടൈമിനെക്കാളും നേരത്തെ ആയിരുന്നു കേട്ടോ മീൻകാരി ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് മീൻ കുറച്ച് വാങ്ങിയിരുന്നുള്ളൂ. പിന്നെ കൂടുതൽ ആരും കഴിക്കാനില്ലാത്തതുകൊണ്ട് കൂടുതലൊന്നും എടുത്തിരുന്നില്ല. പിന്നെ ജിലേബിയും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. മത്തിയും ജിലേബിയാണ് കൂടുതലും എപ്പോഴും അവരുടെ കയ്യിൽ ഉണ്ടാവാറ് കേട്ടോ. അപ്പം മത്തിയാണെങ്കിൽ പിന്നെ നേരാക്കി നിൽക്കേണ്ടി വരും, കുറച്ച് ടൈമാവും. അതേപോലെ തന്നെ ഇപ്പോൾ കുറച്ച് കഴുത്തിന് സീനായതുകൊണ്ട് കുറേ നേരം നിന്നിട്ട് പണിയെടുക്കുകയാണെങ്കിൽ കഴുത്തിന് വേദന തുടങ്ങും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന മീനായിട്ട് ഞാൻ വാങ്ങിയത്. പിന്നെ അവരെന്നെ കുറച്ച് നേരാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ വന്നിട്ട് ഉള്ളിലത്തെ ചളിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടൊന്ന് വൃത്തിയാക്കി എടുത്തേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് മീൻ കറി വയ്ക്കാനും അതേപോലെ തന്നെ വറുക്കാനായിട്ട് കുറച്ച് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ വറുക്കാനായിട്ടുള്ള മീനിലൊക്കെ ഇങ്ങനെ വരഞ്ഞിട്ട് മാറ്റി വെച്ചിരുന്നു. അപ്പോഴാണ് മസാലയൊക്കെ നന്നായി പിടിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. പൊതുവേ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് എൻ്റെ അമ്മൻ്റെ റെസിപ്പിയാണെന്ന് പറഞ്ഞിട്ട് ഓരോ ഡിഷ് ഉണ്ടാക്കുന്ന സമയത്ത് പറയാറുണ്ട് കേട്ടോ. പക്ഷേ ഇത് എൻ്റെ അമ്മൻ്റെ റെസിപ്പിയല്ല. പൊതുവേ മീൻ കറി ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതൽ ആൾക്കാരും ഈ ഒരു രീതിക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സോ ടുഡേ ഐ എം ഗോണ ഷോ യു ഗൈസ് ഹൗ മൈ അമ്മ യൂസ് ടു കുക്ക് മീൻ കറി. ഞാൻ എന്തായാലും മീനൊക്കെ നേരാക്കി മാറ്റി വെച്ചതിന് ശേഷം സ്മൂത്തി കഴിക്കാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. വെള്ളവും അതുപോലെ തന്നെ വെയിറ്റ് ലോസിൻ്റെ ഒരു ഡ്രിങ്ക് കുടിക്കുന്നുണ്ട്. അപ്പോൾ അത് മാത്രം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് സ്മൂത്തി ഉണ്ടാക്കുന്നത് മസ്ക് മെലൻ യൂസ് ചെയ്തിട്ടാണ് സ്മൂത്തി ഉണ്ടാക്കുന്നത്. ഓട്സും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നേരത്തെ ഇന്നലെ ഞാൻ കുറച്ച് ബാലൻസ് എടുത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ സ്മൂത്തി അടിക്കുന്ന സമയത്ത് നല്ല തണുപ്പുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് ക്ലീൻ ആക്കിയ ശേഷം ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതെല്ലാം മുറിച്ച് മാറ്റി വെച്ചതിന് ശേഷം മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു മുറിച്ച് വെച്ച കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സോ ഈ ഒരു ഫ്രൂട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് പാൽ ഒഴിക്കുന്നുണ്ട്. ഏകദേശം ഞാനൊരു 3/4 ഗ്ലാസ് പാലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് 1 ഗ്ലാസ് ആയിട്ട് പാൽ ആക്കിയിട്ടാണ് അതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. പാലൊഴിച്ച ശേഷം പിന്നെ അതിൽ സ്റ്റീൽ കട്ട് ഓട്സ് ആയിരുന്നു കേട്ടോ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 ടീസ്പൂണാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനങ്ങനെ സ്റ്റീൽ കട്ട് ഓട്സ് സോക്ക് ചെയ്തൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഡയറക്റ്റായിട്ട് അങ്ങനെ ആഡ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. അതിനുശേഷം 2 ടേബിൾ സ്പൂണ് ചിയ സീഡും അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് ഫ്ലെക്സ് സീഡും കൂടി അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൽ മധുരത്തിനായിട്ട് 2 മീഡിയം ഡേറ്റ്സ് എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് അത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് സ്മൂത്തായിട്ട് അടിച്ചെടുത്തിട്ട് അതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചിട്ടുണ്ടായിരുന്നത് സ്മൂത്തി. പിന്നെ ഒരു സ്മൂത്തി പറയുന്നത് നല്ല ഫില്ലിംഗ് ആയിരിക്കും കേട്ടോ. പെട്ടെന്ന് നമുക്ക് അങ്ങനെ വിശപ്പൊന്നും എടുക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ അങ്ങനെ സ്നാക്കിംഗ് ഒക്കെ ഒഴിവാക്കലുണ്ട്. രാവിലെയും അതേപോലെ ഈവനിങ് ഒന്നും അധികം സ്നാക്കിംഗ് അങ്ങനെ ഇല്ല. പിന്നെ അതിനുശേഷം മീൻ കറിക്ക് ആവശ്യമുള്ള ഉള്ളിയും അതേപോലെ വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ചോറ് വെക്കാനുള്ള പരിപാടിയായിരുന്നു. പിന്നെ കൂടുതലൊന്നും ആളില്ലാത്തതുകൊണ്ട് തന്നെ ചെറിയൊരു പാത്രത്തിലാണ് കേട്ടോ ചോറ് വെക്കുന്നത്. പിന്നെ മീൻ കറിക്കായിട്ട് ആവശ്യമുള്ള അരപ്പരയ്ക്കാനായിട്ട് നമ്മൾ ജാറിൽ തേങ്ങ ഇടുക കേട്ടോ. തേങ്ങ ഞാൻ ചിരവുന്നുണ്ടാവില്ല, ഇങ്ങനെ കുത്തി അരിഞ്ഞിട്ട് ഇടാറ്. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി അതിൽ ആഡ് ചെയ്യുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒരു 3 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്, കൂടുതലായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അതേപോലെ ചില്ലി പൗഡർ ഞാൻ 1 ഇടുന്നുള്ളൂ, 1 സ്പൂണേ ഇടുന്നുള്ളൂ, എരിവ് കുറവായിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് മാറ്റി വയ്ക്കുക കേട്ടോ. അതിനുശേഷം ചെറിയൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഒരു ചെറിയൊരു ലെമൺ സൈസിലുള്ളൊരു പുളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സാധാ വാളം പുളിയാണിത്. അതിട്ടിട്ട് നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയുള്ളിയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക്, തക്കാളി, കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പാൻ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണേൻ്റെ കൂടെ തന്നെ നമ്മളതിൽ ഉലുവ ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. ഉലുവ പൊട്ടിച്ചതിന് ശേഷം ചെറിയുള്ളി, കറിവേപ്പില, പച്ചമുളക് ഇതും കൂടി 3 കൂടി ഇട്ടിട്ട് നന്നായിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നന്നായിട്ടൊന്ന് വണക്കിയെടുത്തതിന് ശേഷം തക്കാളി അതിലേക്ക് ആഡ് ചെയ്യാം. തക്കാളി ആഡ് ചെയ്തിട്ട് കൂടുതലായിട്ട് അങ്ങനെ വഴട്ടൊന്നും വേണ്ട, കുറച്ചൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സില്ലേ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ വെള്ളം കൂടി ചേർത്തിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ട് പുളിയില്ലേ അതിൻ്റെ വെള്ളവും കൂടി നന്നായിട്ട് പിഴിഞ്ഞതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഒന്ന് മൂടി വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കുക കേട്ടോ. എന്തായാലും ഈ ഒരു ടൈമിൽ മീൻ കഷ്ണം ആഡ് ചെയ്യുന്നില്ല. ഇത് നന്നായിട്ട് ഈ ഒരു മസാല തിളച്ച് വരണം കേട്ടോ, അതിന് ശേഷം ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ തന്നെ വറുക്കാനുള്ള മീനിനായിട്ട് മസാല തേച്ച് വെക്കാനായിട്ട് നോക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കൂടുതൽ മസാലയൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ഞാൻ അരയ്ക്കാൻ നോക്കിയ സമയത്ത് കറക്റ്റ് കറണ്ട് പോയതുകൊണ്ട് പിന്നെ അത് അരയ്ക്കാനായിട്ടുള്ള പരിപാടിയൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഉള്ള മസാലയൊക്കെ ഇട്ടൊന്ന് പുരട്ടി മാറ്റി വെച്ചിട്ട് അതിൻ്റെ കൂടെ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മീനൊക്കെ മാറ്റി വെച്ചതിന് ശേഷം
ശേഷം പിന്നെ ആ ഒരു ടൈം ആകുമ്പോഴേക്കും മീൻ നേരത്തെ കറി വെക്കാനുള്ളത് അത് കൊതിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മീൻ കഷ്ണങ്ങൾ ഫുള്ളായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മീൻ ഇട്ടതിന് ശേഷം കൂടുതൽ അങ്ങനെ ഇളക്കൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ മീനൊക്കെ അങ്ങനെ പൊടിഞ്ഞു പോകും, പിന്നെ ഒന്നും മീൻ ഉണ്ടാവില്ല കേട്ടോ കറിയിൽ. അതിനുശേഷം മൂടി വെച്ചൊന്ന് വേവിക്കുക. ആ ഒരു ഗ്യാപ്പിൽ തന്നെ ചോറ് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വെള്ളമൊക്കെ പോകാനായിട്ട് ചോറൊന്ന് വടിച്ച് അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈം ആകുമ്പോഴേക്കും കറി റെഡി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇറക്കുന്ന സമയത്ത് ഒന്ന് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് അടച്ച് വെക്കുക കേട്ടോ. അപ്പം നല്ല ഫ്ലേവർ ആയിരിക്കും. അതിനുശേഷം മീൻ വറുക്കാനായിട്ട് എണ്ണ ഒഴിച്ചതിന് ശേഷം മീനിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടുതലായിട്ട് ഇതിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ആകെ ഞാൻ കുറച്ച് മീനിട്ടായിരുന്നു കേട്ടോ പൊരിച്ച് മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം മീനൊക്കെ നന്നായിട്ട് പൊരിഞ്ഞ് എല്ലാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഗ്യാപ്പിൽ ഹസ്ബൻഡ് വീട്ടിലേക്ക് പോയിരുന്നപ്പോൾ അനിയനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ വീട്ടിൽ നിന്ന് കുറച്ച് ബീഫ് ഉണ്ടാക്കിയപ്പോൾ ബീഫ് കുറച്ച് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബീഫും അതേപോലെ മീൻ വറുത്തതും ചോറും മീൻ കറിയും കൂട്ടിയിട്ടായിരുന്നു അന്നത്തെ ലഞ്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഡയറ്റ് ഫുഡ് ആയതുകൊണ്ട് അതിനനുസരിച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. എന്തായാലും പുതിയൊരു വീഡിയോയിൽ പിന്നെ കാണാം. ബൈ.